കൊലപാതക കവർച്ചാ കേസുകളിൽ തൊണ്ടി മുതൽ വീണ്ടെടുക്കാൻ പുതിയ മാർഗനിർദ്ദേശം വന്നു. തൊണ്ടി മുതൽ വീണ്ടെടുക്കുമ്പോൾ ഇനി മുതൽ 2 മകസറും സ്വതന്ത്ര സാക്ഷിമൊഴികളും വേണം. സുപ്രീം കോടതി ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിലാണ് DGPയുടെ പുതിയ സർക്കുലർ വന്നത്. അജീഷ് ജയകുമാർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, പറയൂ. എസ് കെ 2022 സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ് വരുന്നത്. അതായത് നന്ദലാൽ ഭാരതി വെസ്റ്റ് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് ഈ കേസിലായിരുന്നു ഒരു നിർണായക നിരീക്ഷണം സുപ്രീം കോടതി നടത്തി. അതായത് അന്ന് ഉത്തർപ്രദേശ് പോലീസ് ഈ സാക്ഷികളുടെ സാന്നിധ്യമില്ലാതെ കണ്ടെടുത്ത തൊണ്ടി മുതലുകൾ ഇത് തെളിവായി പരിഗണിക്കാനാകില്ലെന്ന് നിരീക്ഷിച്ചുകൊണ്ട് ഈ പ്രതിയെ കുറ്റവിമുക്തനാക്കുകയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ DGP പുതിയൊരു മാർഗനിർദ്ദേശം ഇറക്കിയിട്ടുള്ളത്. സാധാരണ പോലീസ് ഇത്തരത്തിലുള്ള ഗുരുതരമായ ക്രൈമുകൾ ഉൾപ്പെട്ടിട്ടുള്ള കേസുകൾ, അതായത് കൊലപാതക കേസുകൾ, കവർച്ചാ കേസുകളിലൊക്കെ ഈ തൊണ്ടി മുതൽ വീണ്ടെടുക്കുമ്പോൾ ഒരു സാക്ഷി ഒഴികെ ഒരു മഹസറുമാണ് തയ്യാറാക്കുന്നത്. ഇനി മുതൽ അങ്ങനെയല്ല വേണ്ടത്. 2 സ്വതന്ത്ര സാക്ഷിമൊഴികളും വേണം, 2 പ്രത്യേക മഹസറുകളും തയ്യാറാക്കണം. ഉദാഹരണത്തിന് ഒരു കൊലപാതക കേസ് നടക്കുമ്പോൾ പ്രതി താൻ ഉപയോഗിച്ച, അതായത് കൊല്ലാൻ ഉപയോഗിച്ച ആയുധങ്ങൾ ഇന്ന സ്ഥലത്താണ് ഉപേക്ഷിച്ചതെന്ന് പോലീസ് ഉദ്യോഗസ്ഥനോട് വെളിപ്പെടുത്തുകയാണെങ്കിൽ ആ വെളിപ്പെടുത്തിയ കാര്യം 2 സാക്ഷിമൊഴികളുടെ മുന്നിലും വീണ്ടും ആവർത്തിക്കണം. അത് ഒരു മഹസറിൽ തയ്യാറാക്കണം. അതിനുശേഷം ഈ തെളിവെടുപ്പിനായി പോകുമ്പോൾ ഈ തൊണ്ടി മുതലുകൾ വീണ്ടെടുക്കുന്ന സമയത്തും ഈ 2 സ്വതന്ത്ര സാക്ഷികളുടെ സാന്നിധ്യമുണ്ടാകണം. ഇത് പ്രത്യേക മഹസറായി തയ്യാറാക്കുകയും വേണം. ഇത് വേണം കോടതിയിൽ ഹാജരാക്കേണ്ടത്. എന്നാൽ മാത്രമേ കോടതി ഇത് തെളിവായി പരിഗണിക്കുകയുള്ളൂ. ഇതാണ് ഈ പുതിയ മാർഗനിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനം. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി മുതൽ കേരളത്തിലെ കേസുകൾ പോലീസ് അന്വേഷിക്കുക. ഓക്കെ, താങ്ക് യു അജീഷ് ജയകുമാർ.